നമസ്കാരം. സൂര്യനും വരദാനവും കഴുകനും കുതിരയും കലുഷിതമാക്കിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു, CPM വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല. സാഹിത്യകാരന്മാരടക്കം ഉന്നയിക്കുന്ന വിമർശനങ്ങളെ കാതുകൊടുത്തു കേൾക്കും, വേണമെങ്കിൽ തിരുത്തും. സൂര്യനെ പോലെയെന്ന സ്വന്തം പരാമർശം വ്യക്തിപൂജയല്ല. അധികാരം സർവാധിപത്യമാകുന്നു എന്ന വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയല്ല. 2003 ലേഖനത്തിന്റെ ഭാഗമായ പരാമർശം ആന്റണിക്കെതിരെയെന്ന് പറയാത്തത് എന്തുകൊണ്ട്? വ്യക്തിപൂജയെ തള്ളിപ്പറഞ്ഞോ? വിവാദങ്ങളെ പ്രതിരോധിക്കാനായോ? വിമർശനങ്ങൾക്ക് കാതുകൊടുക്കുമോ? വാഴ്ത്തുപാട്ടുകൾ അവസാനിക്കുമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ CPM-ൽ നിന്ന് ശ്രീ PP ചിത്തരഞ്ജൻ MLA, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, BJP-ൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ശ്രീ PP ചിത്തരഞ്ജൻ, 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് പല കോണുകളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള ചിലതരം പരാമർശങ്ങൾ ഇതുവരെ പാർട്ടി വേദികളിലോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെ വാക്കുകളിലോ പ്രതിധ്വനിച്ചിട്ടില്ലാത്ത തരം ചില വിശേഷണങ്ങളൊക്കെ കേൾക്കുകയും അതൊക്കെ വലിയ തോതിൽ കേരളം ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നു, CPM വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല. താനടക്കം പറഞ്ഞത് വ്യക്തിപൂജയുടെ ഭാഗമായി വരുന്നതല്ല എന്ന് അദ്ദേഹം പറയുന്നു. വലിയ വിമർശനം സൂര്യന് തുല്യനാണ് എന്ന പ്രയോഗത്തിലും ഉണ്ടായിരുന്നു എന്നത് നമുക്കറിയാവുന്നതുമാണ്. അതിനൊപ്പം കഴിഞ്ഞ ദിവസം MT വാസുദേവൻ നായർ നടത്തിയ പരാമർശത്തിലെ വിമർശനങ്ങൾ അത് മുഖ്യമന്ത്രിക്കെതിരെയല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇനി സാഹിത്യകാരന്മാർ പറയുന്ന വിമർശനാത്മകമായ കാര്യങ്ങളെ പാർട്ടി കാതുകൊടുത്തു കേൾക്കും, അതിന് കാര്യക്ഷമമാണെങ്കിൽ അതിനെ സ്വീകരിക്കും, വേണമെങ്കിൽ തിരുത്തും എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നു. ശ്രീ PP ചിത്തരഞ്ജൻ, ഇന്നിപ്പോൾ മാതൃഭൂമി ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ M ലീലാവതി എഴുതിയ വരികൾ അങ്ങും വായിച്ചിട്ടുണ്ടാകും. അത് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായ ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ തലമുടിയിൽ ബൂട്ടിട്ട് ചവിട്ടി നിൽക്കുന്ന നിയമപാലകർ നിയമം പാലിക്കുന്ന രീതി കണ്ട് ഞാൻ നടുങ്ങിപ്പോയി, തകർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള കശ്മല സംഘങ്ങൾ ഒടുവിൽ കുരുക്ഷേത്രത്തിൽ ഒരുമിച്ച് അവസാനിക്കുമെന്ന തൻ്റെ വരികൾ കുറിച്ചുകൊണ്ട് അവർ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. എഴുത്തുകാരുടെ വിമർശനങ്ങളെ കാര്യക്ഷമമായി സ്വീകരിക്കുന്ന പാർട്ടി എന്തു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്? ഇത്തരം വിഷയങ്ങളിലെല്ലാമുള്ള CPM-ന്റെ നിലപാടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പത്രസമ്മേളനത്തിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഈ വ്യക്തി പൂജയുടെ പിന്നാലെ ഒന്നും പോയിട്ടുള്ള പാർട്ടിയല്ല. അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ആകുന്നതിന് വേണ്ടി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ. ഇവിടെ കഴിഞ്ഞ കുറേ ദിവസക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകളിൽ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രവണതയുമല്ല. പക്ഷെ ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഞങ്ങൾ ആരും വിമർശനത്തിന് അതീതരാണ് എന്ന ഒരു ധാരണയുള്ളവരല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയുടെ ഏത് നേതാക്കന്മാർക്കെതിരെ വിമർശനം ഉയർന്നാലും അത് വിമർശനം സൃഷ്ടിപരമാണെങ്കിൽ സ്വീകരിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. എന്നാൽ ഇല്ലാത്ത വിമർശനം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞങ്ങളും പരിശ്രമിക്കും. അതുമാത്രമാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഇന്ന് മാധു പറഞ്ഞു, മാതൃഭൂമി പത്രത്തിൻ്റെ ഞാനും വായിച്ചതാണ്. ഈ അത്തരത്തിലുള്ള ഏതെങ്കിലും തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നെങ്കിൽ ആ പ്രവണതകളെ എല്ലാം നിരുത്സാഹപ്പെടുത്തണം. ഞങ്ങൾക്കൊരു തർക്കവും അത്തരം കാര്യത്തിൽ. ഗോവിന്ദൻ മാസ്റ്റർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണല്ലോ അദ്ദേഹം പാർട്ടിയുടെ നിലപാട് അസന്നിഗ്ധമായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും പറയുവാൻ എനിക്കില്ല. കാരണം പാർട്ടിയുടെ നിലപാടാണ് വളരെ കൃത്യതയോടുകൂടി പാർട്ടിയുടെ സെക്രട്ടറി സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇന്നിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ തെറ്റുകളുടെയും എല്ലാ കുറവുകളുടെയും ഒരു കൂടാരമാണ് CPIM. ബാക്കി നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം തികഞ്ഞവരും അതിൻ്റെ നേതാക്കന്മാരെല്ലാം തികഞ്ഞവരാണ് എന്ന നിലയിലേക്കുള്ള ഒരു ചിത്രത്തിലേക്കല്ലേ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വസ്തുതാപരമായ ഓരോ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശകലനമാണോ നടത്തുവാൻ തയ്യാറാകുന്നത്? അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിനകത്തെല്ലാം ഉള്ള വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്,
ഞങ്ങൾ വിമർശനത്തിന് അതീതരാണെന്നുള്ള ഒരു ധാരണയും ഞങ്ങൾക്കില്ല. ആ വിമർശനങ്ങളെയെല്ലാം ഞങ്ങൾ സൃഷ്ടിപരമായിട്ടുള്ളതിനെ ഞങ്ങൾ സ്വീകരിക്കും. എന്നാൽ ഇല്ലാത്തത് പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ശക്തമായി നേരിടുകയും ചെയ്യും. അത് ആശയപരമായി തന്നെ അതിനെ നേരിടുവാനുള്ള ശക്തി CPM-നുണ്ട്. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഈ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഏത് വിമർശനം ഉന്നയിച്ചാലും ഭരണപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരിച അതുതന്നെയാണ്. ഏത് വിവാദം ഉയർന്നു വന്നാലും ഏറ്റവും വലിയ പരിച അതുതന്നെയാണ്. ശ്രീ പി ചിത്തരഞ്ജൻ പറഞ്ഞു CPM ഒരു എല്ലാ തെറ്റുകളുടെയും കൂടാരം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെതിരായ ചർച്ചകൾ ഉണ്ടാകരുത്, BJPക്കെതിരായ ചർച്ചകൾ ഉണ്ടാകരുത്. വിഷയങ്ങൾ അനുസരിച്ച് വിഷയാധിഷ്ഠിതമായി അത്തരം ചർച്ചകളുടെ ഭാഗമാകുന്നവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. CPM തിരുത്തി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി ഇത് വ്യക്തിപൂജ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല, CPM വ്യക്തിപൂജ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയല്ല എന്നത് വ്യക്തമാക്കുമ്പോൾ CPM തിരുത്തുന്നു, അല്ലെങ്കിൽ CPM-നെതിരായി ഉയർന്നത് ചില തെറ്റായ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? മാധു, ഇന്ന് ഇപ്പോൾ തന്നെ ചിത്തരഞ്ജൻ തുടങ്ങി വെച്ചത് സംസ്ഥാന CPM-ൻ്റെ സെക്രട്ടറി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, പരിശോധിക്കും, അതിലൊരു മാറ്റവും ഇല്ല, വ്യക്തിപൂജയില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞാണ് അന്തിമ വാക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ചിത്തരഞ്ജൻ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വേട്ടയാണെന്നോ അല്ലെങ്കിൽ സർക്കാരിനെ ലക്ഷ്യം വയ്ക്കുന്നോ പാർട്ടിയെ ലക്ഷ്യം വയ്ക്കുന്നോ മറ്റ് പാർട്ടികൾക്കെതിരെ ഇല്ലാത്ത വിധം ഈ പാർട്ടി ആക്രമിക്കുന്നു എന്നൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഇന്ന് രാവിലെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പരിശോധിക്കും, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ചൊരു മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ചിത്തരഞ്ജൻ പറഞ്ഞ് രണ്ടാമത്തെ ഭാഗം പറയാൻ പാടില്ല. കേരളത്തിൽ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഭരിക്കുന്ന 7 വർഷത്തിലധികമായിട്ട് ഭരിക്കുന്ന ആരാ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ CPM-ൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലിരിക്കുന്ന ബാക്കി CPM നയിക്കുന്ന മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിക്കെതിരെ, ഭരിക്കുന്ന സർക്കാരിനെതിരെ, ഭരണകൂടത്തിനെതിരെ നിരന്തരമായിട്ട് സമൂഹത്തിൽ നിന്ന് വിമർശനമുണ്ടാകും. എതിർ പാർട്ടികളിൽ നിന്നല്ല, നിങ്ങളുടെ തന്നെ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നടക്കം വിമർശനങ്ങളുണ്ടാകും. പന്ന്യൻ രവീന്ദ്രൻ്റെ മകൻ നിങ്ങളെ വിമർശിക്കുന്നില്ലേ? നയനാരുടെ ഭാര്യയുടെ വിമർശനം ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയുടെ വിമർശനം ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ പാർട്ടിക്കെതിരെ എന്ന് പ്രത്യക്ഷത്തിൽ നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിലും ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്ന, ഇടതുപക്ഷത്തിൻ്റെ തോൾ ചേർന്ന് നടക്കുന്ന ആളുകൾക്കിടയിൽ പോലും വിമർശനത്തിൻ്റെ ശരങ്ങൾ നിങ്ങൾക്കെതിരെ വരുമ്പോൾ അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇന്നിരിക്കേണ്ട കാര്യം പോലുമില്ല. അതിന് പകരം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ മാധ്യമവേട്ട നടത്തുന്നു, മുഖ്യമന്ത്രിയെ വട്ടമിട്ട് ബാക്കി എല്ലാ ആളുകളും ആക്രമിക്കുന്നു, ഇത് പാർട്ടിക്കെതിരെയുള്ള ആക്രമണമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞതിനെ ജനറലൈസ് ചെയ്ത് ഇതിനെ കളയാൻ പാടില്ല. ഇതിനു മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനം നടത്തിയിട്ടില്ലേ നിങ്ങൾ? അതിനു മുമ്പ് AK ആന്റണിയെ വിമർശിച്ചിട്ടില്ലേ നിങ്ങൾ? K കരുണാകരനെ വിമർശിച്ചിട്ടില്ലേ? എന്തിന് ഏറെ പറയുന്നു? ഈ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള, നിങ്ങളുടെ പാർട്ടിയുടെ മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള VS അച്യുതാനന്ദനെതിരെ പരസ്യമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളല്ലേ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ? അപ്പോൾ വിമർശനത്തിന് അതീതരായിട്ടല്ല ആരും ഈ കേരളത്തിലല്ല, ഈ രാജ്യത്തല്ല, ലോകത്തുമില്ല. ഭരണാധികാരികൾ വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കണം, നിരന്തരം വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കണം. ഈ ഭരണാധികാരികൾ വിമർശനം കേൾക്കുമ്പോൾ മാത്രം എന്താ ഇത്രത്തോളം വിളറി പൂളുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇപ്പം ഭരണാധികാരിയെക്കുറിച്ച് മാത്രമല്ല, ഭരണാധികാരിയുടെ മകളെക്കുറിച്ചോ മരുമകനെക്കുറിച്ചോ മരുമകൻ്റെ അമ്മായച്ചനെക്കുറിച്ചോ പോലും വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള വിമർശനമോ ആക്ഷേപമോ അഴിമതി ആരോപണമോ വന്നാൽ അതൊക്കെ ഈ സർക്കാരിനെതിരെ, ഈ പാർട്ടിയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പാർട്ടി സഖാക്കന്മാരെ കോൾമറി കൊള്ളിക്കരുത്. താഴെ തട്ടിലുള്ള സാധാരണപ്പെട്ട സഖാക്കന്മാർക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ട്? നിങ്ങളുടെ പാർട്ടി ബംഗാളിലെ പോലെ അസ്തമിച്ച് ഇല്ലാതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നതല്ല. MT വിമർശിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താ? അത് 2004 അന്ന് ഭരിക്കുന്ന AK ആന്റണിക്കെതിരെയുള്ള വിമർശനമാണെന്ന്. ഞാൻ മനസ്സിലാക്കുന്ന MT വാസുദേവൻ നായർക്ക് സ്ഥിരബുദ്ധിയുള്ള, കേരളത്തിലെ മലയാളികൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. സ്ഥിരബുദ്ധി ഉണ്ടെന്ന് ഞാൻ ഉൾപ്പെടെ ലോകത്തെല്ലാ ആളുകളും വിശ്വസിക്കുന്ന ഒരാളാണ്. ആ മനുഷ്യൻ 2004 AK ആന്റണിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് 2024 ജനുവരി 13-ാം തീയതി വിമർശനം ഉന്നയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. അദ്ദേഹത്തെ നിങ്ങളൊന്ന് തിരുത്തണം. ലേഖനം എഴുതുന്നത് 2003 ആ ലേഖനം എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് AK ആന്റണിക്കെതിരായ വിമർശനം എന്ന് തോന്നാത്തത് എന്ന് പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നുണ്ട്. കാരണം അന്നും അത് അധികാര കേന്ദ്രങ്ങൾക്കെതിരായ വിമർശനം തന്നെയായിരുന്നല്ലോ. അന്ന് അധികാരത്തിലിരിക്കുന്നതും സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്നതും മുഖ്യമന്ത്രി ആയിരിക്കുന്നതും AK ആന്റണി ആണെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വരാത്തത് എന്നാണ് MV ഗോവിന്ദൻ ചോദിക്കുന്നത്.
മാധു, എനിക്കതിൻ്റെ ആ ലോജിക്ക് മനസ്സിലാകുന്നില്ല. 2004 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് എഴുതിയ ലേഖനം, ആ ലേഖനം എഴുതപ്പെട്ടപ്പോൾ AK ആന്റണി പറഞ്ഞിട്ടില്ല അത് എന്നെ തന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് AK ആന്റണി പറഞ്ഞിട്ടില്ല. കോൺഗ്രസ്സുകാർ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കുന്നു എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ മാധ്യമവേട്ട എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അത് വീണ്ടും MT വാസുദേവനെ പോലെ ഒരാൾ വീണ്ടും ഈ ലേഖനത്തിന്റെ ഭാഗം വീണ്ടും വായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് ഇന്ന് കാലിക പ്രസക്തമാണ്. ഇന്നത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ, ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ, നയപരിപാടികൾക്കെതിരെ കാലിക പ്രസക്തമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം വീണ്ടും വായിക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കെതിരെയുള്ളതാണ്? അത് ആർക്കെതിരെയുള്ളതാണെന്ന് മനസ്സിലാക്കുക സാമാന്യ ബോധമില്ലാത്ത ആളാണോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നത് തന്നെയാണ്. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരാണ് എന്ന് വായിക്കുന്നുണ്ടെങ്കിൽ അന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്ന് എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ അതിലൊരു തർക്കവും പറഞ്ഞില്ലല്ലോ മാധു. അന്ന് അദ്ദേഹം EMSനെ കമ്പയർ ചെയ്തുകൊണ്ട് AK ആന്റണിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അന്ന് അദ്ദേഹം ലോകം മുഴുവനുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ, റഷ്യയിലെയും മറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തകർച്ചയെ കുറിച്ചിട്ട് കോൺഗ്രസിന്റെ തകർച്ചയായിട്ട് കമ്പയർ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ. ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ തർക്കിച്ചോ? ഞങ്ങൾ അന്ന് തർക്കിച്ചിട്ടുണ്ടോ? ഇപ്പോഴും തർക്കിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം AK ആന്റണിയാണ് വിമർശിച്ചിരിക്കുന്നെങ്കിൽ ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാ. ഞങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല. AK ആന്റണിനെ വിമർശിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല. MT വാസുദേവൻ നായർ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് വിമർശനം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ സംഘപരിവാർ ഹാൻഡിലുകൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു. ഇന്ന് ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ലേഖനം വായിക്കുമ്പോൾ, പ്രസംഗം വായിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ പരസ്യമായി പറഞ്ഞാൽ ഉള്ള പിന്തുണ കൂടി നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ് ഇത്തരം ഒഴുക്കം മട്ടിലുള്ള മറുപടി പറഞ്ഞുകൊണ്ടു പോകുന്നത്. 10-20 വർഷക്കാലം മുമ്പുള്ള മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്ഷേപമാണ് ഇന്ന് 2 പതിറ്റാണ്ടിന് ശേഷം MT വാസുദേവൻ നായർ പറയുന്നത് എന്ന് പറയുന്ന ഒഴുക്കം മട്ടിലുള്ള മറുപടി കൊണ്ട് ആളുകൾ തൃപ്തിപ്പെടുമെന്ന് വിശ്വസിക്കരുത്. കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ബോധ്യമാകുന്ന കാര്യങ്ങളാണ് MT വാസുദേവൻ നായർ പറഞ്ഞത്. അതിനപ്പുറത്തുള്ള ഒരു ബോധ്യമുണ്ട് എങ്കിൽ പാർട്ടി സെക്രട്ടറി തന്നെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ലോജിക്ക്. ഓക്കെ, ശ്രീ സന്ദീപ് വാര്യർ, ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നിരുന്ന് 8-8 വർഷമാകാൻ പോകുന്നു. ഇങ്ങനെ കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവരല്ല ഈ സാംസ്കാരിക പ്രവർത്തകരോ എഴുത്തുകാരോ ഒന്നും. അവരെല്ലാവരും ദിനേന വന്ന് രാഷ്ട്രീയ വിമർശനം നടത്തുന്നവരുമല്ല. MT എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലീലാവതി വല്ലപ്പോഴും അല്ലെ കവിതകളിലൂടെയാണ് പ്രതികരിക്കാറ്. മണിപ്പൂരിലെ സ്ത്രീകൾ ദുരവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് എഴുതിയ വരികൾ പോലും. അത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പെൺകുട്ടിയുടെ മുടിക്ക് ബൂട്ടിട്ട് ചവിട്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ കേരളം കാണുമ്പോഴാണ് ആ വിമർശനം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ഉണ്ണി പകർത്തിയ ഒരു ചിത്രം, ഒരു സമരത്തിന് വന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ജനനേന്ദ്രിയത്തിൽ കടന്നു പിടിക്കുകയാണ് ഒരു പോലീസുകാരൻ. അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്തരം മനുഷ്യത്വരഹിതമായ പെൺകുട്ടിയുടെ വസ്ത്രമടക്കം വലിച്ചു കീറി കളയുന്നുണ്ട്. പിറ്റേ ദിവസം പറയുന്നത് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, നടുവേദനയാണ് എന്നാണ്. ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായ പീഡനങ്ങൾ സർക്കാരിന്റെ മെഷീനറി ഉപയോഗിച്ച് നടത്തപ്പെടുന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ അമ്മയെ പോലെ കാണുന്ന ലീലാവതി ടീച്ചർക്ക് ഇത് പറയേണ്ടി വരുന്നത്. അപ്പോൾ ആ വിമർശനം കാര്യക്ഷമമായി ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നിടത്ത് അവസാനിക്കുമോ? അതോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് കേരളത്തിന് ഉറപ്പ് തരാൻ ഇവർക്ക് കഴിയുമോ? ഇവിടെ ശ്രീ MT വാസുദേവൻ നായർ ഉയർത്തിയിട്ടുള്ള വിമർശനം, ആ വിമർശനം അത് തങ്ങൾക്കെതിരെയുള്ള വിമർശനമാണെന്ന് ഉൾക്കൊള്ളാൻ ഈ നിമിഷം വരെ CPM-നോ മുഖ്യമന്ത്രിക്കോ സാധിച്ചിട്ടില്ലല്ലോ. MTയെ പോലെ കേരളം ആദരിക്കുന്ന, മലയാളികൾ തങ്ങളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാവുന്ന ഒരു വലിയ സാഹിത്യകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ ഇത്തരം ഒരു വിമർശനം ഉന്നയിച്ച്, മുഖ്യമന്ത്രി ഉള്ള വേദിയിലാണല്ലോ വിമർശനം ഉന്നയിച്ചത്, സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി പറയാമായിരുന്നു. മുഖ്യമന്ത്രി ഈ നിമിഷം വരെ ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിയാണ് വാസ്തവത്തിൽ ഇത് സംബന്ധിച്ചുള്ള MTയോടുള്ള പ്രതികരണം നടത്തേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ അതിന് പകരം ഞങ്ങളെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് MTയുടെ വിമർശനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു പരിശ്രമം CPM-ന്റെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലീലാവതി ടീച്ചറുടെ ഭാഗത്തുനിന്ന്, M മുകുന്ദൻ്റെ ഭാഗത്തുനിന്ന്, സാനു മാസ്റ്ററുടെ ഭാഗത്തുനിന്നൊക്കെ ഇത്തരം വിമർശനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇവിടെ ദൗർഭാഗ്യകരമായൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വിമർശനം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരൊക്കെ 75 വയസ്സ് പിന്നിട്ടവരാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ യുവ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ യുവാക്കളായിട്ടുള്ള എഴുത്തുകാർക്ക് ഇക്കാര്യത്തിൽ എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഉണ്ണിയാർ, അതുപോലെ തന്നെ KR മീര, ബെന്യാമിൻ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രൻ, ഇതുപോലെയുള്ള യുവ എഴുത്തുകാരൊന്നും ഒരഭിപ്രായവും പറയുന്നില്ലല്ലോ. അവരൊക്കെ അശോകൻ ചെരുവിലിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
ഇനിയും പിണറായി വിജയനെ മണിയടിച്ചു കഴിഞ്ഞാൽ, അവരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ട് എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അത്തരം തോന്നലുകളുള്ള എഴുത്തുകാർ എല്ലാവരും മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണല്ലോ. അപ്പുറത്ത് ഇനി തങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ തങ്ങൾക്കിനി ഒന്നും കിട്ടാനില്ല എന്ന് ബോധ്യമുള്ള ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്നൊരു വിമർശനം എനിക്ക് കാര്യത്തിലുണ്ട്. അല്ല, അങ്ങനെ തങ്ങൾക്കിനി ഒന്നും കിട്ടാനില്ല എന്ന ബോധ്യത്തിൽ നിന്നല്ല, എന്തെങ്കിലും വേണ്ടതില്ല എന്ന തീരുമാനത്തിൽ നിന്നാകാം എന്നത് ഒരു ബഹുമാനത്തിന്റെ ഭാഗമാണ്. അങ്ങനെയും ആവാം. ഞാൻ അതൊന്നും അതിനൊന്നും തെറ്റായി കാണുന്നില്ല. ഇനി ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പദവികളുടെയോ ഒരു തരത്തിലുള്ള അംഗീകാരങ്ങളുടെയോ ആവശ്യമില്ല എന്ന തോന്നൽ നിന്ന് വളരെ ക്രിയാത്മകമായിട്ടുള്ള സധൈര്യമുള്ള ഒരു പ്രതികരണം തന്നെ ആയിരിക്കാം. പക്ഷെ ഞാൻ അത്തരം വിമർശനം ഉന്നയിക്കാൻ കാരണം, മാധു ഉന്നയിച്ച ചോദ്യത്തിലുണ്ട് 7 വർഷക്കാലമായി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എവിടെയും കേട്ടിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞു. ശരിയാണ്, കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയ്ക്ക് വിമർശനം ഉന്നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങളും ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ഈ പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അടിച്ചമർത്തലുകളുണ്ട്, മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള കേസെടുക്കലുകളുണ്ട്, മനുഷ്യത്വരഹിതമായിട്ടുള്ള അവരുടെ മുന്നണിക്ക് അകത്തു നിന്ന് തന്നെ പരാതിയുള്ള എന്താ പറയുക, ചില എൻകൗണ്ടർ കില്ലിങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെയുള്ള സാഹചര്യങ്ങളിലൊന്നും കേരളത്തിലെ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരൊന്നും പ്രതികരിച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം. ഇവിടെ അത്തരത്തിൽ പ്രതികരിക്കേണ്ടിയിരുന്ന സാഹചര്യങ്ങളിലൊക്കെ കേരളത്തിന് പുറത്തുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വാചാലരാകുകയും, ഇപ്പോൾ ഡിമോണിറ്റൈസേഷനെ കുറിച്ച് MT വാസുദേവൻ നായർ വിമർശനം ഉന്നയിച്ചു. ശരിയാണ്, ഞങ്ങൾ അദ്ദേഹവുമായി കലഹിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് MT വാസുദേവൻ നായർ ഉന്നയിച്ച വിമർശനം ഇന്ത്യയിലെ ഡിമോണിറ്റൈസേഷനെ കുറിച്ചല്ല, അത് മെക്സിക്കോയിലെ ഡിമോണിറ്റൈസേഷനെ കുറിച്ചാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ന്യായങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ശരിക്കും MTയുടെ വിമർശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ ഗോവിന്ദനൊക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് പറയാൻ തോന്നുന്നത് അത് നിങ്ങൾ മസിനഗുഡി വഴിക്ക് ഊട്ടി പോയി പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ, അത്തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് പറയുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. നമുക്ക് 20 വർഷം മുമ്പുള്ള വിമർശനം വീണ്ടും MT ഉന്നയിച്ചു എന്ന് പറയുന്ന സമയത്ത് അത് വാസ്തവത്തിൽ MT അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? MTയെ പോലെ ഒരു മനുഷ്യന്റെ ചിന്താശക്തിയെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടുള്ള പരാമർശമല്ലേ ഗോവിന്ദ മാഷ് നടത്തിയത്? 20 വർഷം മുമ്പ് MT നടത്തിയ പ്രസ്താവനയ്ക്ക് ഇപ്പോഴും റെലവൻസ് ഉള്ളത് കൊണ്ടാണല്ലോ വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത്. ഈ വീണ്ടും ഇവർ ആവർത്തിക്കുന്നതും ലീലാവതി ടീച്ചർ ഉൾപ്പെടെ, അല്ലെങ്കിൽ സാനു മാസ്റ്റർ ഉൾപ്പെടെ, മുകുന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് MTക്ക് ഒപ്പം നിന്ന് നിലപാട് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ നിലപാട് പറയുന്നത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള മനോവികാരമാണ് ഇവരിപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാൻ CPMന് കഴിയില്ല. കാരണം CPM എക്കാലത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് വളരെ അസഹിഷ്ണുതാപരമായിട്ടുള്ള നിലപാടാണ് കേരളത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. ബംഗാളിലെ അവസ്ഥ ഇതായിരുന്നു. മഹാശ്വേതദേവി ഉന്നയിച്ചുള്ള വിമർശനം ഓർമ്മയില്ലേ? നന്ദിഗ്രാമവുമായി ബന്ധപ്പെട്ട് മഹാശ്വേതദേവി ഉന്നയിച്ചുള്ള വിമർശനം, അതിനോട് ഇവരുടെ നിലപാട് എന്തായിരുന്നു? ബംഗാളിലെ സാഹിത്യകാരന്മാർ നടത്തിയിട്ടുള്ള മാർച്ച്, റൈറ്റേഴ്സ് ബിൽഡിങ്ങിലേക്ക് നടത്തിയ മാർച്ചൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കേരളവും ചെന്നെത്തുകയാണ്. ഈ ഇടതുപക്ഷം എല്ലാ കാലത്തും ഇവർ പറയുന്നുണ്ട് ഞങ്ങളെ പാർട്ടി ഈ വിഗ്രഹവൽക്കരണത്തിനെതിരാണ്, വ്യക്തിപൂജയ്ക്കെതിരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, CPMന്റെ ഇവിടുത്തെ സമ്മേളനങ്ങളിലൊക്കെ നടക്കുന്നത് വ്യക്തിപൂജയല്ലേ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ പോലും വിദേശ വിഗ്രഹങ്ങളെ കൊടുത്തിട്ടല്ലേ ഇവർ പൂജിക്കുന്നത്? സ്റ്റാലിനെയും ലെനിനെയും അതല്ലെങ്കിൽ ചെഗുവേരയും ഒക്കെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് വ്യക്തിപൂജ നടത്തുന്നത് ആരാണ്? ചെഗുവേരെ ഇവിടെ വലിയൊരു വിഗ്രഹമാക്കി പൂജിക്കുന്നത് ആരാ? DYFIയും CPM ഒക്കെ അല്ലേ? ചെഗുവേരയുടെ ചിത്രമുള്ള എന്തോ ഒരു സംഗതി ഇവിടെ ഒരു ഷോപ്പിൽ വിറ്റു എന്ന് പറഞ്ഞാൽ ഷോപ്പ് തല്ലിപ്പൊളിച്ചത് ആരാണ്? ചെഗുവേരെ ഇവിടെ അപമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവഹേളിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ്? അപ്പോൾ ചെഗുവേരെ വിഗ്രഹവൽക്കരിച്ച, സ്റ്റാലിനെ വിഗ്രഹവൽക്കരിച്ച, ലെനിനെ വിഗ്രഹവൽക്കരിച്ച അതേ ആളുകൾ നമ്മൾ ഉത്തര കൊറിയയിലെ കിം ജോങ് ഉന്നിന്റെ ചിത്രം പോലും CPMന്റെ പാർട്ടി സമ്മേളനങ്ങൾ ഉയർത്തുന്നവരാണ്. അവർ ഈ വിഗ്രഹവൽക്കരണത്തിനും വ്യക്തിപൂജയ്ക്കും ഒക്കെ എല്ലാ കാലത്തും അനുകൂലം തന്നെയായിരുന്നു. ആ വിഗ്രഹവൽക്കരണത്തിനോ വ്യക്തിപൂജയ്ക്കോ എതിരായിട്ട് നിലപാടുകൾ സ്വീകരിച്ച സാഹിത്യകാരന്മാരോട് വളരെ ഏതൊക്കെ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് MN വിജയന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. MN വിജയന്റെ അനുഭവം മുന്നിലുണ്ടല്ലോ. പാർട്ടി ഉണ്ടാകും, പാർട്ടി ഓഫീസുകൾ ഉണ്ടാകും, പതാകയുണ്ടാകും, പക്ഷേ ജനങ്ങൾ ഉണ്ടാകില്ല എന്ന് MN വിജയൻ ഓർമ്മിപ്പിച്ചപ്പോൾ ആ MN വിജയനോട് ഏത് രീതിയിലാണ് പിണറായി വിജയനും സംഘവും പ്രതികരിച്ചത്? MN വിജയൻ അന്തരിച്ചപ്പോൾ MN വിജയൻ നല്ലൊരു അധ്യാപകനായിരുന്നു എന്ന് അനുശോചിച്ച മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. നമുക്ക് ഓർമ്മയില്ല, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പക്ഷേ MN വിജയന്റെ അധ്യാപന വൃത്തിയെ മാത്രം വിലയിരുത്തി അദ്ദേഹത്തിന് അനുശോചന കുറിപ്പ് തയ്യാറാക്കിയ ആളായിരുന്നു പിണറായി വിജയൻ. ഇനി നാളെ MTയോ സാനു മാസ്റ്ററോ അതല്ലെങ്കിൽ ലീലാവതി ടീച്ചറോ ഒക്കെ വിടവാങ്ങുന്ന സമയത്ത് ഇവരുടെ അനുശോചന പ്രസംഗം എങ്ങനെയായിരിക്കും എന്ന് സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്കയുണ്ട്. ശരി. ശ്രീ PP ചിത്തരഞ്ജൻ, M മുകുന്ദൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിമർശനം എല്ലാ ഭരണാധികാരികൾക്കും ബാധകമാണ്. ഇടതു സർക്കാർ പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങളിൽ ഇടർച്ചയുണ്ടാകുന്നുണ്ട്. ആ ഇടർച്ച ചൂണ്ടിക്കാണിക്കുകയാണ് എഴുത്തുകാർ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസവും M മുകുന്ദൻ ഇടത് സർക്കാരിനെതിരെ, ഇടത് പ്രസ്ഥാനങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. MT പറഞ്ഞതിനെ
എം ലീലാവതി പറയുന്നതിനെ, സാനുമാഷു പറയുന്നതിനെ, സക്കറിയ പറയുന്നതിനെ, സച്ചിദാനന്ദൻ പറയുന്നതിനെയൊക്കെ പിന്താങ്ങുകയാണ്. ഇനി എം ടി പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്ന് എന്തെങ്കിലും തർക്കമുണ്ട് എങ്കിൽ എം മുകുന്ദന് എം ടിയുടെ വാക്കുകൾ കുറച്ചുകൂടി രാഷ്ട്രീയക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ വായിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് ഗംഭീരമായി വായിച്ചെടുക്കാൻ കഴിയുന്നത് കൊണ്ട് അത് ആ വിമർശനം തന്നെ എന്ന് അദ്ദേഹവും ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിമർശനങ്ങളെ ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത കൂടി ഉണ്ട്. ഇന്ന് ഇപ്പോൾ എം വി ഗോവിന്ദൻ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ അതിനെ കാര്യക്ഷമമായി കേൾക്കും, കാതുകൊടുക്കും, മാറ്റങ്ങൾ വരുത്തും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആത്മവിമർശനം നടത്തും എന്നുകൂടി പറഞ്ഞു പോകാത്തത് എന്തായിരിക്കാം? ശ്രീ ചിത്തരഞ്ജന് കേൾക്കാമോ? ബഹുമാനപ്പെട്ട ശ്രീ എം മുകുന്ദൻ, കേൾക്കാം. ശ്രീ എം മുകുന്ദൻ ഇടതുപക്ഷ ഗവൺമെൻറ് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിനെ മാധു അത്രയെങ്കിലും പറഞ്ഞത് വളരെ ആശ്വാസകരമാണ്. കാരണം ഇവിടെ സന്ദീപ് വാര്യർ സംസാരിച്ചപ്പോൾ അദ്ദേഹം എം മുകുന്ദൻ എന്തോ വല്ലാതെ വിമർശിച്ചിരിക്കുന്നു ഈ ഗവൺമെൻറ്റിനെ എന്നുള്ള നിലയില്ല. ചില ന്യൂനതകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ന്യൂനതകളൊന്നും ഇല്ലാത്ത ഗവൺമെൻറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന സംവിധാനം അതെല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കൊണ്ടു നടക്കാൻ കഴിയുന്നതാണെന്നുള്ള ധാരണയൊന്നുമില്ല. അതാണ് മാഷ് പറഞ്ഞത്, ഭരണവും ഭരണകൂടവും രണ്ടായിട്ട് കാണുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ ഒരു താത്വിക വിശകലനത്തിലൊന്നും ഞാൻ വരുന്നില്ല. പക്ഷേ എനിക്ക് സാഹിത്യകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും അതുപോലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എല്ലാം BJPയുടെ പ്രതിനിധി വാചാലനായി കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. കേരളത്തിലിരുന്ന് മാത്രമേ ഇതൊക്കെ പറയാൻ കഴിയുള്ളല്ലോ. ഈ വിമർശനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഇന്ത്യ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്നത് പരിശോധിച്ചാൽ ഈ ഒരു വാക്ക് പറയുവാനുള്ള ധാർമ്മികത BJPക്കുണ്ടോ? ഇന്ത്യ രാജ്യത്ത് എത്ര സാംസ്കാരിക നായകന്മാരാണ് ഇന്ത്യയിൽ വധിക്കപ്പെട്ടിട്ടുള്ളതെന്നും എത്ര പേരാണ് ജയിലിൽ പോകേണ്ടി വന്നിട്ടുള്ളതെന്നും എത്ര പേർക്കാണ് തടവറയിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളതെന്നും ഇന്നും എങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ കാണുകയല്ലേ. അതൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ എത്ര നേരം വേണ്ടി വരും? ഇവിടെ ഞങ്ങൾ ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ ഒരിക്കലും വിമർശനത്തിന് അതീതനാണെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വിഷമം എന്താ? ഞങ്ങൾ MT വാസുദേവൻ നായരെ അങ്ങ് ആക്രമിച്ചില്ല എന്നുള്ളതാണല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നം. ഞങ്ങൾ തടോടി വിട്ടു. നിങ്ങൾ വിചാരിച്ചെന്താ ഞങ്ങൾ MTയുടെ നേരെ അസഭ്യം പറയുമെന്നാണോ ധരിച്ചത്? ഞങ്ങൾ MTയെ അസഭ്യം പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. MT ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിലെയും ഭാരതത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ സാംസ്കാരിക നായകന്മാരിൽ ഒരാൾ തന്നെയാണ്. അതെന്താണ് ശ്രീ പി. ചിത്തരഞ്ജൻ, അങ്ങനെ ഒരു സംശയം പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ ഉണ്ടായി എന്ന് അങ്ങേക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ അതാണ് സമീപനം എന്നുള്ളത് കൊണ്ടാണോ? അല്ല, ഇവിടെ പറഞ്ഞല്ലോ MT ആയതുകൊണ്ട് ഇവർ പതുക്കെ തൊട്ട് വിടുകയാണ്, തലോടി വിടുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ധരിച്ചതെന്താ? ഞങ്ങൾ MTയുടെ നേരെ കുതിര കയറണമെന്നാണോ? MT 2004 എഴുതിയത് അല്ലെ 2003 എഴുതിയത് 2024 വരാൻ പോണ പിണറായിയെ കണ്ടാണ് എന്ന് നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാദം പറയാം. ഞങ്ങൾക്കൊരു തർക്കമില്ല. 20 വർഷക്കാലം കഴിഞ്ഞ് ഇങ്ങനെ ഒരു പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരും. അപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് MT വാസുദേവൻ നായർ ഇങ്ങനെ എഴുതിയത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അത് ആവർത്തിക്കുന്നിടത്താണ് ആ വിമർശനം ഉണ്ടാകുന്നത് എന്ന് അങ്ങേക്ക് മനസ്സിലാകാതെ പോകുന്നതാണോ? അല്ല, ഞങ്ങൾ ഒരു വളരെ വ്യക്തമായി പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടത് എന്താ ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് എന്താ? ഞങ്ങളുടെ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി കൃത്യതയോടുകൂടെ പറഞ്ഞു. നിങ്ങളെ 3 പേരെയും ചോദ്യം ചോദിക്കുന്ന മാധുവിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിക്കും BJPയുടെ പ്രതിനിധിക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി കൃത്യമായി പറഞ്ഞു. ഞങ്ങൾ വിമർശനത്തിന് അതീതരാണെന്നുള്ള ഒരു ധാരണയും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് സൃഷ്ടിപരമായിട്ടുള്ള വിമർശനങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളും. അവിടെ ഏതെങ്കിലും നിലയിലേക്കോ തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തലുകൾ വരുത്തും. പക്ഷേ ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു പാർട്ടിയെ അങ്ങ് രക്ഷിച്ചേ കളയൂ, അതിനെ സംശുദ്ധീകരിച്ചേ കഴിയൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ അങ്ങ് വെഡ്ബയാക്കി കഴിയും എന്നുള്ള ഒരു വാശി പിടിക്കല്ലേ. ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ നയങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചോട്ടെ. ഞങ്ങളെ വിമർശിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങളെന്താ ഞാൻ ചോദിക്കട്ടെ, പിഴവുണ്ടാകുന്നത് പാർട്ടിയെ നവീകരിക്കണമെന്ന ആവശ്യം മാധ്യമങ്ങൾക്കോ എന്തായാലുമില്ല, പ്രതിപക്ഷത്തിനുണ്ടോ എന്നുള്ളത് അവരുടെ താല്പര്യമാണ്. ഞങ്ങൾ പറയുന്നത് സർക്കാരിനെ പറ്റിയാണ്. അത് രണ്ടും രണ്ടായി കാണാൻ കഴിയാത്തത്
പാർട്ടിയുടെ പ്രശ്നമാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ സർക്കാരിനെ പറ്റിയാണ്. അധികാരം ജനങ്ങൾ കൈവച്ചു കൊടുക്കുന്നത് സർക്കാരിനാണ്. അവർക്കെതിരെയാണ് വിമർശനം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ലീലാവതി ടീച്ചർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ക്രമസമാധാനം പാലിക്കപ്പെടുന്നത് കണ്ടു എന്നതാണ്. അത് പാർട്ടിക്കെതിരെയല്ല, അത് സർക്കാരിനും സർക്കാരിന്റെ മെഷീനറിക്കുമെതിരെയാണ്. എന്തുകൊണ്ടാണ് വിമർശനമെല്ലാം പാർട്ടിക്കു നേരെയാണ് എന്ന് തോന്നുന്നത്? അല്ല, ശ്രീ എം മുകുന്ദൻ ഒരു കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചില കുറവുകളുമുണ്ട്. ഇത് ഞങ്ങൾ കുറവില്ലാത്ത ഗവൺമെൻറ്റാണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ കുറവില്ലാത്ത ഗവൺമെൻറ്റാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നല്ല കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് എന്നത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ഞങ്ങളെല്ലാം തിന്മയുടെ കൂടാരമാണ് എന്ന് സ്ഥാപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിലോ? ആ വരി അങ്ങ് വിഴുങ്ങിക്കളയാമെന്നേ. അത്തരം താല്പര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്. മാധ്യമപ്രവർത്തകർക്കും പ്രതിപക്ഷത്തിന്റെയും വാക്കുകളും രീതിയും സമീപനവും എല്ലാം വ്യത്യസ്തമായിരിക്കണം, കുറച്ചുകൂടി കർശനമായിരിക്കും എന്നത് അങ്ങേക്ക് എവിടെയാണ് അങ്ങനെ ഒരു ചിന്ത കൈമോശം വന്നു പോകുന്നത്? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എം മുകുന്ദൻ പറയുന്ന കാവ്യാത്മകമായ ഭാഷയിലാണോ CPM സാധാരണ രാഷ്ട്രീയ എതിരാളികളെ വിമർശിക്കാറ്? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വിമർശനത്തിന് അതീതരാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? നിങ്ങൾ ആരും വിമർശിച്ചുകൂടെന്ന് ഞങ്ങൾ പറഞ്ഞു? ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ അതീതരല്ല. അത് താഴെ പ്രവർത്തിക്കുന്ന ഞങ്ങളായാലും ഉയർന്ന നേതാക്കന്മാരായാലും ഒരാളും വിമർശിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ വിമർശനത്തെ സംബന്ധിച്ച് ഞങ്ങൾ എന്താ പറഞ്ഞത്? അതിൽ വസ്തുതാപരമായിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാകണം. ഇത് എന്തിനും ഞങ്ങളെ വിമർശിച്ചേ അടങ്ങൂ എന്നുള്ള വാശി പിടിക്കരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഞാൻ ആദ്യവും അവസാനവും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടുത്തെ വിഷയം പാർട്ടിയുടെ സെക്രട്ടറി ഞങ്ങൾ വ്യക്തിപൂജയെ അംഗീകരിക്കുന്നില്ല. ഇവിടെ സന്ദീപ് പറയുകയാണ്, ഞങ്ങൾ മാർക്സിൻ്റെ ബോർഡ് വെക്കുന്നില്ലേ, ലെനിൻ്റെ പടം വെക്കുന്നില്ലേ, ഞങ്ങൾ പിന്നെ ചെഗുവേരെ ആരാധിക്കുന്നില്ലേ? ഉണ്ടല്ലോ, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം അത് തന്നെയാണല്ലോ. ആ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം അതെന്തായിരുന്നു കാർൽ മാർക്സ്, അല്ലെ ആരായിരുന്നു എംഗൽസ്, ആരായിരുന്നു ലെനിൻ, ഇതെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് തന്നെ വരുന്നവരാണ്. അവിടെ അതൊരു വ്യക്തിപൂജയൊന്നുമല്ല ഞങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ആരുടെയൊക്കെ പടമാണ് വെക്കുന്നതും ആരെയാണ് നിങ്ങൾ പൂജിപ്പിക്കുന്നതെന്നും നിങ്ങൾ എന്താണ് ചരിത്രം പഠിപ്പിക്കുന്നതും എല്ലാം ഈ നാടിന് നന്നായി അറിയുന്നതാണല്ലോ. അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കഴിയും. ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പാർട്ടിയുടെ നിലപാട് പറഞ്ഞു. ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ കൃത്യമാണ് ഇക്കാര്യത്തിൽ. ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇവിടെ നിങ്ങൾ കാണേണ്ട ഒരു പ്രശ്നം എന്താ? ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഒന്നാം ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തന്നെ രണ്ടാം ഗവൺമെൻറ് വരുമെന്ന് ഇവിടെ ആരും പ്രതീക്ഷിച്ചതല്ലോ. ഈ മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്ന് നടത്തിയ ചർച്ച വെച്ചാണെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും രണ്ടാം ഗവൺമെൻറ് വരാൻ കഴിയില്ലല്ലോ. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ ഓരോ അന്വേഷണങ്ങൾ വരുമല്ലോ. അദ്ദേഹം ആദ്യം മത്സരിക്കുന്ന സന്ദർഭത്തിലാണല്ലോ ലാവ്ലിനെ കത്തിച്ച് നിർത്തി തന്നു. അതിനു മുമ്പ് തന്നെ അദ്ദേഹം വരാൻ പോകുന്നത് കണ്ടുകൊണ്ട് ലാവ്ലിനെ കത്തിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് വന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ സ്വർണ്ണക്കടത്താണല്ലോ ആളി കത്തിച്ചത്. ആ സ്വർണ്ണക്കടത്തിനെ കത്തിച്ചു. എന്തായി? ഇപ്പോൾ ഇതാ വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അടുത്ത അന്വേഷണം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള വെപ്രാളവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഭയവും ഇല്ല. ഇവിടെ ഞങ്ങൾ പറയുന്നത് എന്താണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ, CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ, അദ്ദേഹം വെറും മുഖ്യമന്ത്രി മാത്രമല്ല CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുവാനും ആക്രമിക്കുവാനും സംഘടിതമായി ഇവിടെ ഒരു ശ്രമം നടക്കുന്നുണ്ടല്ലോ. ആ ശ്രമത്തെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിനർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഗവൺമെന്റിലെ മന്ത്രിമാർക്കോ ആർക്കെങ്കിലും ഏതെങ്കിലും വരുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ആക്രമണം ഇല്ല എന്നുള്ളത് തന്നെയാണ് ആ വാർത്തകളുടെ ഭാഗമായ ഒരാൾ എന്ന രീതിയിൽ എനിക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾ ഒരു സാഹിത്യകാരനെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഏതെങ്കിലും ഒരു സാഹിത്യകാരനെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ മാധു, അല്ല എന്ന് പറയുന്നത് സാംസ്കാരിക പ്രവർത്തകർ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക ലോകം സർക്കാരിനൊപ്പമാണ് എന്ന് ഞങ്ങൾക്ക് വരുത്തി തീർക്കേണ്ടതുണ്ട്. പക്ഷെ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ പ്രതിപക്ഷം അവർ ഞങ്ങളുടെ ഇടത് ചേരിയാണ്, അവർ ഞങ്ങൾക്കെതിരാണ് എന്ന് വന്നാൽ ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ളൊരു നിലപാട് കൊണ്ടാണോ? അതല്ലല്ലോ ഞങ്ങൾ പറഞ്ഞല്ലോ, ഭാഷയെന്ന് പറഞ്ഞല്ലോ. ഈ മാധ്യമങ്ങളിൽ ജോലിയെടുക്കുന്ന പലരും ചില വാർത്തകളെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്കതിനെ അറിയാം, പക്ഷെ അറിയാമല്ലോ ഞങ്ങളുടെ മേഖല എന്താണെന്ന് അറിയാമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്
ഈ പലതിൻ്റെയും അതൊന്നും ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു അഭിപ്രായ പ്രകടനമാണ് കേട്ടോ. എനിക്കറിയില്ല ഇപ്പോൾ കാര്യങ്ങൾ പലതും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഞങ്ങൾക്കൊന്നും ഒരു തർക്കമില്ല. നിങ്ങൾ എന്തുവേണേലും പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു തർക്കമില്ല. തിരുത്തുകയും ചെയ്യാം, തിരുത്തുകയും ചെയ്യാം. അല്ല, അങ്ങനെ ജനറലൈസ് ചെയ്ത് പോകരുത്. ഞങ്ങൾക്കൊരു തർക്കമില്ല. കള്ളവാർത്ത കൊടുത്തതിന് ശേഷം വിളിച്ചു കുമ്പസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന പ്രയോഗമാണ്. അതിനോട് യോജിച്ച് പോകാനേ കഴിയില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുകയും ചെയ്യാം. മാതൃഭൂമിയിലുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പറയാം. ഇവിടെ ഇരുന്നാണല്ലോ ഇത് പറഞ്ഞത്. അല്ല, ഞാൻ മാതൃഭൂമിയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മാതൃഭൂമിയാണെന്നോ മനോരമയാണെന്നോ ഏഷ്യാനെറ്റ് ആണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ എന്താണ് എന്ന് ആരാണ് എന്ന് വ്യക്തമാക്കാതെ എനിക്ക് വേണമെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് നടത്താം. സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഈ പാർട്ടി പോകുന്നത് വലിയ നാശത്തിലേക്കാണ്. പക്ഷെ എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ ആരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുമോ? ഇല്ല, ഞാനും അത് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞതെന്താ, താല്പര്യമല്ല പലപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, ഞാൻ കുമ്പസാരിച്ചെന്നുള്ള വാക്കൊന്നും അല്ല. അതിന് ഇത്രയും ചൊടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കുമ്പസാരം എന്നുള്ള വാക്കൊന്നും പറഞ്ഞിട്ടില്ല. ചിലർ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ചില വാർത്തകളുടെ നിജസ്ഥിതിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് നിജസ്ഥിതി അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. വസ്തുതയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് ഇത്രയും ചൊടിക്കൊന്നും വേണ്ട, നിരന്തരമായിട്ടുള്ളതാണ്. അങ്ങനെ പേരൊന്നും പറയാനൊന്നും വേണ്ടി നിങ്ങൾ വാശി പിടിക്കണ്ട. അത് വേണ്ട, അതുള്ളതാണ്. നിങ്ങളുടെ മാധ്യമത്തിന്റെ ഉടമകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് പലതും എഴുതേണ്ടി വരും, പലതും പറയേണ്ടി വരും. അതനുസരിച്ചൊന്നും അങ്ങനെയൊന്നും കൂടുതലായിട്ട് നിങ്ങൾ വാചാലമാകണ്ട. അതുകൊണ്ട് അതാണ് പല മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കല്ലേ? ഇല്ലാത്ത കാര്യങ്ങളല്ലേ നിങ്ങൾ പലതും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇല്ലാത്ത കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ തിരുത്തു കൊടുക്കാറുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇല്ലാത്ത കാര്യങ്ങൾ തെറ്റാണെന്ന് കണ്ടാൽ നിങ്ങൾ തിരുത്തു കൊടുക്കാറുണ്ടോ? നിങ്ങൾ പല വാർത്തകൾ പടച്ചുണ്ടാക്കും. ആ വാർത്തകൾ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരുത്തു കൊടുക്കാനുള്ള മര്യാദ കാണിക്കാറുണ്ടോ? ആ വാർത്തകൾ തെറ്റാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ എല്ലായിടത്തും എല്ലാ കാലത്തും കാണിക്കുന്നുണ്ട്. പക്ഷെ ആരാണ് കഴിയില്ല. ശരി, അങ്ങനെ ക്ഷമിക്കുമല്ലോ. ഞാൻ മറ്റേതിലേക്ക് പോകട്ടെ. അതല്ല, നിങ്ങളുടെ ഭാവനാവിലാസം അനുസരിച്ച് നിങ്ങൾ പല വാർത്തകളും സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിക്കുന്ന വാർത്തകളുടെ പിന്നാലെ ഞങ്ങൾ പോന്നോളണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നു. നമ്മൾ സൃഷ്ടിച്ചൊരു വാർത്തയല്ല. കൃത്യമായി പല വേദികളിൽ പല ആളുകൾ പറഞ്ഞ പ്രതികരണത്തിനെ സംബന്ധിച്ചുള്ള ചർച്ച മാത്രമാണ്. കണ്ടെത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ വാർത്ത പോലുമല്ല എന്നത് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. തെറ്റുകൊണ്ടല്ലോ ആ പ്രതികരണത്തെ സംബന്ധിച്ച് ഞാൻ പലതും നിന്ദിച്ചോ? ആ പ്രതികരണത്തെ പക്ഷെ അത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഞങ്ങൾ വിമർശനങ്ങളെ കാര്യക്ഷമമായി കാണും, ഞങ്ങൾ കാതു കൊടുത്തു കേൾക്കും എന്ന് പറയുമ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയാണ് ഉദ്ദേശിച്ചത് എന്ന് LDF കൺവീനർ പറഞ്ഞതുപോലെയല്ല, പിണറായി വിജയനെയേ അല്ല ഉദ്ദേശിച്ചത്. മാധ്യമങ്ങൾ അങ്ങനെ തന്നെ അതിനെ വ്യാഖ്യാനിച്ചില്ലാതാക്കിയതാണ്, വാർത്ത പടച്ചതാണ് എന്ന തരത്തിലുള്ള തള്ളിപ്പറയലുകളില്ല. ഞങ്ങൾ ആര് പറഞ്ഞാലും കാര്യക്ഷമമായ വിമർശനമാണെങ്കിൽ ഉൾക്കൊള്ളും എന്ന് പറയുന്നത് ഒരു നല്ല തിരിച്ചറിവാണ്. മാധു, അത് തീർച്ചയായിട്ടും അത് ആത്മാർത്ഥമാണെങ്കിൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ആത്മാർത്ഥമായിട്ടാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞെങ്കിൽ അത് നല്ലൊരു തിരിച്ചറിവാണ്, അത് നല്ലത് തന്നെയാണ്, അത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയാം. പക്ഷേ ചിത്രരഞ്ജൻ ഇപ്പോൾ തന്നെ നമ്മോട് സംസാരിച്ചില്ലേ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്? ആര്? മാധുവിനും സന്ദീപ് വാര്യർക്കും എനിക്കും എന്താ വേണ്ടതെന്ന്. നമുക്ക് മൂന്നാൾക്ക് എന്താ വേണ്ടതെന്നല്ല, കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് നമുക്കറിയേണ്ടത്. അല്ലാതെ നമ്മളെ മൂന്ന് പേരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലല്ലോ ചിത്രരഞ്ജൻ്റെ സംസാരം കേട്ടിരിക്കുന്നത് നമ്മൾ. അദ്ദേഹം പറഞ്ഞത്, മാക്സ് പറഞ്ഞതുണ്ട്, ഭരണവും ഭരണകൂടവും രണ്ടാണെന്ന്. പക്ഷേ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, ഭരണവും ഭരണകൂടവും ഒന്നാണ്, അത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഉള്ള ആക്ഷേപങ്ങൾ ഈ പാർട്ടിക്കെതിരെയുള്ള ആക്ഷേപമായിട്ട് കാണുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ചിത്രരഞ്ജൻ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനല്ല, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ്. പാർട്ടിയുടെ ലെവി വാങ്ങിക്കൊണ്ട് യാത്ര ചെയ്ത് പാർട്ടി പ്രവർത്തനം നടത്തുന്ന പാർട്ടി സെക്രട്ടറി അല്ല അദ്ദേഹം. കേരളത്തിലെ സാധാരണക്കാരുടെ, പൊതുജനങ്ങളുടെ പൊതു ഖജനാവിൽ നിന്നുള്ള നികുതി പണത്തിൽ നിന്ന് സർവ്വ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു പൊതുസേവകനാണ്, ഭരണഘടനാ പദവിയിൽ
ഇരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ വിമർശിക്കാനുള്ള അവകാശവും എല്ലാവിധ ആർജവും പൊതുസമൂഹത്തിനുണ്ട്. അതിനെ നിങ്ങൾ കാണുമ്പോൾ സത്യം പറയുമ്പോൾ അതിനെ ശക്തമായി നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആരോപണങ്ങളെ വിമർശനങ്ങളെയൊക്കെ നിങ്ങൾ വളച്ചൊടിക്കാൻ പാടില്ല. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. നിങ്ങൾ പറയുന്നു നിങ്ങൾ എല്ലാ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാർ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കന്മാർ എല്ലാം ശരിയാക്കാമെന്ന് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങളെല്ലാം ശരിയാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. നിങ്ങൾ മുഴുവനായിട്ടും ശരിയാക്കണം. നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ബംഗാളിലെ പോലെ ഈ പാർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ശരിയാക്കണം. പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള മിനിമം ബാധ്യത നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്, ഞങ്ങൾ ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ മുന്നോട്ട് വെച്ച സർക്കാരിന് വിഘാതം സൃഷ്ടിക്കില്ല എന്നടക്കമുള്ള പരാമർശങ്ങൾ പണ്ടുകാലത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നവകേരള സദസ്സ് നടക്കുമ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയാണ്. ബഹിഷ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള പ്രതിപക്ഷമാണ് എന്ന് സർക്കാരിന് ഒരു ഘട്ടത്തിൽ വിമർശനം ഉന്നയിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഓരോ ദിവസവും ഓരോ വിവാദം. ഞങ്ങൾ ഏതിനോടാണ് പ്രതികരിക്കേണ്ടത്? ഏത് വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിക്കാത്തത്? രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ച വിമർശനം ഉന്നയിക്കുകയാണ്. എന്നിങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞതിൽ നിന്ന് പ്രതിപക്ഷവും പിന്നാക്കം പോയിട്ടുണ്ട്. മാധുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിപക്ഷ നേതാവായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ചെല്ലാനത്ത് കടൽക്ഷോഭമുണ്ടായതുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശിച്ചപ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പമാണ് പോയത്. അതുമാത്രമല്ല, യാതൊരുവിധ ആക്ഷേപങ്ങളും സർക്കാരിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കാനല്ല അദ്ദേഹം പോയത്. കടൽക്ഷോഭം നടന്ന സ്ഥലം സന്ദർശിക്കാനാണ് പോയത്. ക്രിയാത്മകമായി നടപടി ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായാലും CAA സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യത്തിലും സർക്കാരിനോടൊപ്പം നിൽക്കേണ്ട കാര്യത്തിൽ നിന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് പ്രതിപക്ഷം സർക്കാർ നടത്തുന്ന മുഴുവൻ തട്ടിപ്പിനും കൊള്ളരായ്മയ്ക്കും കൊള്ളയ്ക്കും ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിന് സാധിക്കില്ല. പ്രതിപക്ഷത്തിന്റെ നിലപാട് എപ്പോഴും ജനപക്ഷപരമായിരിക്കണം. ഞങ്ങൾക്ക് ജനങ്ങളോടാണ് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ്. സർക്കാരിനെ താങ്ങി നിർത്തലല്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം. സർക്കാരിനെ വിമർശിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്ന് വെച്ച് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനല്ല ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുക. ഇനി പാർട്ടിയും സർക്കാരും ഒന്നാണെന്ന് ഇവർ വരുത്തി തീർക്കാൻ നോക്കുകയാണ്. ഇവിടെ പാർട്ടിയും സർക്കാരും ഒന്നല്ല. ഇവിടെ പാർട്ടിക്കെതിരെ അല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ നികുതി പണം വാങ്ങിക്കൊണ്ട് ഞങ്ങളെ ഭരിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന മാൻഡേറ്റ് വാങ്ങി കടന്നു വന്നിരിക്കുന്ന സർക്കാരിനെതിരെയാണ്. സർക്കാരിനെതിരെ പറയുമ്പോൾ, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ പറയുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിക്കെതിരാണെന്ന് വരുത്തി തീർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ മകനും മകന്റെ അമ്മായച്ചനുമെതിരെയൊക്കെയുള്ള വരുന്ന ആക്ഷേപങ്ങളെ തടുത്തു നിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ബംഗാളിലെ ജ്യോതി ബസുവിന്റെ മകൻ ചന്ദൻ ബസുവിന് സംഭവിച്ചതുപോലെ ജ്യോതി ബസു ആദർശത്തിന്റെ നിറകുടമായിട്ട് തിളങ്ങി നിന്നപ്പോൾ ചന്ദൻ ബസു അവിടുത്തെ പാവപ്പെട്ട സഖാക്കന്മാരെ കൊള്ളയടിച്ചുകൊണ്ട് തടിച്ചു വീർത്ത കഥകളെക്കുറിച്ച് മഹാശിവത ദേവിയെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ തിരിച്ചറിവില്ലാതെ പോയതിന്റെ പേരിൽ 3.5 പതിറ്റാണ്ട് ഭരിച്ച സംസ്ഥാനത്ത് ഇന്ന് പാർട്ടിയുടെ കൊടികെട്ടാൻ പോലും ആളില്ലാത്ത സാഹചര്യത്തിലേക്ക് IT സെല്ലിന്റെ നേതൃത്വത്തിൽ ഓൺലൈനായിട്ട് പാർട്ടി പ്രവർത്തകരെ ക്ഷണിക്കേണ്ട, പത്രപരസ്യം കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ പാർട്ടി എത്തിച്ചേർന്നു. അതേ സാഹചര്യം കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പാർട്ടിയും സർക്കാരും ഒന്നാണെന്ന് വരുത്തി തീർക്കുന്നത്. മാർക്സ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഭരണവും ഭരണകൂടവും പാർട്ടിയും ഒക്കെ വെവ്വേറെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിച്ചു കൊടുക്കണം കേരളത്തിലെ പൊതുസമൂഹത്തെ. നിങ്ങളുടെ നേതാവിനെ മഹാനായ നേതാവാണെന്ന് പറഞ്ഞത് EP ജയരാജനല്ലേ? ആരാധനയുണ്ട് പിണറായി വിജയനോടെന്ന് പറഞ്ഞത് EP ജയരാജനല്ലേ? കാരണഭൂതന് തിരുവാതിര നടത്തിയത് ആനാവൂർ നാഗപ്പനല്ലേ? നിങ്ങൾ തിരുത്തിയോ? നിങ്ങൾ P ജയരാജനെ തിരുത്താൻ കാണിച്ച ആർജവം പിണറായി വിജയന്റെ കാരണഭൂതൻ തിരുവാതിര നടത്തിയ ആനാവൂർ നാഗപ്പനെ തിരുത്താൻ കാണിച്ചോ? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ എത്രത്തോളം അടിമ വേലയ്ക്ക് തുല്യമായിട്ടാണ് പറഞ്ഞത്. ഇത് സൂര്യന് തുല്യമാണ്, അടുത്തു പോയാൽ കരിഞ്ഞു പോകുമെന്ന്. സാധാരണക്കാരന് അടുത്തു പോയാൽ കരിഞ്ഞു പോകുമെന്നുള്ള ഭീഷണി മുഴക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? പാർട്ടിയിലെ സഖാക്കന്മാർക്ക് വേണ്ടിയിട്ടാണോ അതോ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഇദ്ദേഹം തീയിലൂടെ ഓടുന്ന കുതിരയാണ് അല്ലെങ്കിൽ കൊടുങ്കാറ്റിന് പുറകെ വരുന്ന കഴുകനാണ് എന്നൊക്കെ പറഞ്ഞ് സാജ് പ്രൊഡക്ഷൻ ഹൗസിന്റെ വീഡിയോ വന്നിട്ട് നിങ്ങൾ അതിനെ എതിർത്ത് സംസാരിച്ചോ? ഇത് ഞങ്ങളുടെ ശൈലിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ P ജയരാജന്റെ PJ ആർമിക്കെതിരെ എടുത്ത ആർജവം, നടപടിയെടുക്കാൻ കാണിച്ച ആർജവം, അവരെ വിരട്ടി അവരുടെ പ്രൊഫൈലിന്റെ പേര് മാറ്റിക്കാൻ കാണിച്ച ആർജവം, ഈ പറഞ്ഞ പരിപാടികളൊക്കെ നടത്തിയ ഈ ദൈവത്തിന്റെ വരദാനമാണെന്ന് പ്രസംഗിച്ച നേതാവിനെതിരെ, മന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ പാദസ്പർശമേറ്റ പുണ്യഭൂമിയായിരിക്കും എന്ന് പറഞ്ഞ നേതാവിനെതിരെ, മന്ത്രിക്കെതിരെയൊക്കെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ അതിനെത് തിരുത്താൻ നിങ്ങൾ തയ്യാറായോ? എന്നിട്ട് നിങ്ങൾ വിമർശനത്തിന് അതീതരാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഞങ്ങൾ ഇതിനൊക്കെ സ്വീകരിക്കുന്നത്. നിങ്ങൾ വിമർശനത്തിന് അതീതരാണെന്നുള്ള ബോധ്യമാണ് ചിത്തരഞ്ജന്റെ സംസാരത്തിലൂടെ കടന്നു വരുന്നത്. നിങ്ങൾ പറയുന്നതൊന്ന്, നിങ്ങളുടെ ശരീരഭാഷ മറ്റൊന്ന്, നിങ്ങൾ ചെയ്യുന്നതൊന്ന്, നിങ്ങളുടെ സംസാരം മറ്റൊന്ന്. ശരി, ഞാൻ അങ്ങനെയൊക്കെ തരുവരാം. ശ്രീ സന്ദീപ് വാര്യർ, പക്ഷേ 2003 എഴുതി
2024 MT അത് വീണ്ടും വായിക്കുമ്പോൾ അധികാര സ്ഥാനങ്ങൾക്കെതിരെ അന്നും ഇന്നുമുള്ള വിമർശനം എന്ന് വായിക്കാമെങ്കിൽ എം ലീലാവതി ഇന്ന് മാതൃഭൂമി പത്രത്തിൽ എഴുതിയ വരികൾ അത് മണിപ്പൂരിലെ സ്ത്രീകളുടെ ദുരവസ്ഥ കണ്ടെഴുതിയതാണ്. അത് ഇന്ന് ആവർത്തിക്കുന്നത് ഇവിടെ ഒരു പെൺകുട്ടി റോഡിൽ ചവിട്ടുകൊള്ളുമ്പോൾ എഴുതിയതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വിമർശിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് പി ചിത്തരഞ്ജൻ ചോദിക്കുന്നത് കൃത്യമാണ്. മാധു, ഇത്തരം വിമർശനങ്ങൾ അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ നടത്തുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെ ക്രിയാത്മകമായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ അത്തരം വിമർശനങ്ങളോട് അത് തെറ്റാണെങ്കിൽ കലഹിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ CPM ഇരുന്ന് വലിയ മാലാഖ ചമയുകയാണ്, സമാധാനത്തിൻ്റെ മാടപ്രാവക ചമയുകയാണ്. അവരെന്തോ വലിയ വായിക്കുന്ന ആളുകൾ, അവർ മാത്രം എഴുതുന്ന ആളുകൾ, അങ്ങനെ ഒരു നെറേറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ മാത്രമാണ് വായിക്കുന്നവർ, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ മാത്രമാണ് എഴുതുന്നത്, അവർ മാത്രം ഈ സാഹിത്യ പ്രവർത്തകരുടെ കൂടെയാണ് എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചിത്തരഞ്ജനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഈ വിമർശനം ഉന്നയിക്കുന്നവർ മുഴുവൻ ഞങ്ങളുടെ തന്നെ ആളുകളാണ് എന്നൊരു ധ്വനി വരുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. ഇവിടെ ഈ CPM-നുള്ളിലെ വിഭാഗീയതയുടെ തുടക്കം പോലും പുരോഗമന കലാസാഹിത്യ സംഘത്തിലെ വിഭാഗീയതയാണ് എന്നൊരു നിരീക്ഷണമുണ്ട്. അവിടെ ചങ്ങമ്പുഴ വാഴക്കൊല എഴുതിയ സമയത്ത്, നമ്മുടെ ചിന്തയുടെ വൈലോപ്പള്ളിയുടെ വാഴക്കൊലയല്ല, ചങ്ങമ്പുഴയുടെ വാഴക്കൊല എഴുതിയ സമയത്ത് EMSന്റെ നേതൃത്വത്തിലാണ് ചങ്ങമ്പുഴയ്ക്കെതിരായിട്ടുള്ള വലിയ ആക്ഷേപം ഉണ്ടായത്. അപ്പോൾ സാഹിത്യകാരന്മാർ അവരുടെ ദൈക്ഷണിക ശക്തി ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ സർഗബോധം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന രചനകളിൽ തങ്ങളുടെ പാർട്ടി സന്ദേശം ഉണ്ടായിരിക്കണം, പാർട്ടിയുടെ ഇംഗിതം ഉണ്ടായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി കാണിച്ചുകൊണ്ട് EMS നടത്തിയിട്ടുള്ള ഒരു ആക്രമണമുണ്ട്. അത് ചങ്ങമ്പുഴയോട് നടത്തിയിട്ടുള്ള ആക്രമണമാണ്. നിരവധിയായിട്ടുള്ള സാഹിത്യ പ്രവർത്തകർ രണ്ട് ഭാഗത്തുമായി നിന്നുകൊണ്ടുള്ള വലിയ വിഭാഗീയത അക്കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ ഉള്ളതാണ്. അതിനുശേഷം ഇവർ സാഹിത്യ പ്രവർത്തകരോട് അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്നവരോട് ഒക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ ഓരോ ഘട്ടത്തിലും, അത് നാടകങ്ങളോടും സിനിമകളോടും എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവർ ബംഗാൾ ഭരിക്കുന്ന സമയത്തല്ലേ തസ്ലീമ നസ്രീന് കൽക്കട്ട വിട്ട് ഓടിപ്പോരേണ്ടി വന്നത്? നിങ്ങൾ സംരക്ഷിച്ചോ തസ്ലീമ നസ്രീനെ? തസ്ലീമ നസ്രീൻ കണ്ണീരോടുകൂടി പറഞ്ഞിട്ടില്ലേ CPM എന്നെ സംരക്ഷിച്ചില്ല എന്നുള്ളത്? CPM ഗവൺമെന്റ്, ജ്യോതി ബസുവിന്റെ ഗവൺമെന്റോ അല്ലെങ്കിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഗവൺമെന്റോ ഒന്നും എന്നെ സംരക്ഷിച്ചില്ല എന്ന് കണ്ണീരോടുകൂടി ആ സാഹിത്യകാരിക്ക് പറയേണ്ടി വന്നില്ലേ? എന്തേ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റാതെ പോയത്? സക്കറിയുടെ അനുഭവം എന്താ? ഈ MTയും അതുപോലെ തന്നെ ലീലാവതിയും അതല്ലെങ്കിൽ ബാക്കിയുള്ള സാനു മാസ്റ്ററൊക്കെ മുകുന്ദനുമൊക്കെ പ്രതികരിക്കുന്ന സമയത്ത് ഗവൺമെന്റ് ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് ഒരു ഭംഗ്യന്തരേണ സൂചിപ്പിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് സക്കറിയുടെ അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കണം. സക്കറിക്ക് പയ്യന്നൂരിൽ സംഭവിച്ചത് എന്താ? കേരളത്തിന്റെ മണ്ണിലല്ലേ ഉണ്ടായത്? നിങ്ങളിത് കയറി തല്ലിയില്ലേ? ശാരീരികമായിട്ട് ആക്രമിച്ചില്ലേ? അപ്പോൾ കേരളത്തിലെ തന്നെ എണ്ണം പറയുന്ന സാഹിത്യ പ്രവർത്തകരെ കൈവച്ചിട്ടുള്ളവരാണ് നിങ്ങൾ, ആക്രമിച്ചിട്ടുള്ളവരാണ്. പരസ്യമായി ഒരു പട്ടണ നടുവിൽ വെച്ച് നിങ്ങളുടെ പാർട്ടിയുടെ സ്വാധീന മേഖലയിൽ വെച്ച് നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ? ഈ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഞങ്ങൾക്ക് അങ്ങ് ഭരിച്ച് നന്നാക്കി കളയാൻ സാധിക്കില്ല, കാരണം ഭരണകൂടം ഞങ്ങളുടേതല്ല, ഭരണം മാത്രമേ ഞങ്ങളുടേതുള്ളൂ. അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഭരണകൂടം നിങ്ങളുടേതാണ്, അങ്ങനെ ആവണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നന്നായി ഭരിക്കാൻ സാധിക്കൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ പോലെ സായുധ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് വാരിക്കൊണ്ടും അല്ലെങ്കിൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ദാബോൽക്കറും കൽബുർഗിയും ഒക്കെ ഗൗരി ലങ്കേഷും ഒക്കെ ജീവനും കൊണ്ട് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെതിരെ CPM-ന്റെ എല്ലാ കാലത്തെയും വിമർശനമാണ്. അതെങ്ങനെയാണ് ഒരു വശം പറഞ്ഞു പോവുക? ഈ പറയുന്ന കൊലപാതകങ്ങളിലൊക്കെ ഞങ്ങളുടെ ഒരാളും പിടിക്കപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഫ്രിഞ്ച് എലിമെന്റ്സ് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ ഞങ്ങളുടെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ട. അവിടെ CPM നേതൃത്വം അല്ല, ഞങ്ങളുടെ കാലത്തൊന്നുമല്ല. അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഉണ്ടായിട്ടുള്ളത്. അത് ഫ്രിഞ്ച് എലിമെന്റ്സ് നടത്തുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ട. ഇവിടെ ഫ്രിഞ്ച് എലിമെന്റ്സ് നടത്തിയിട്ടുള്ള കാര്യമല്ല. CPM-കാർ നേരിട്ടാണ് സക്കറിയെ തല്ലിയത്. വേറെ ഏതെങ്കിലും ഫ്രിഞ്ച് എലിമെന്റ്സ് ആണോ തല്ലിയത്? അല്ലല്ല, CPM-കാർ നേരിട്ട് തല്ലി. ഞങ്ങൾ അങ്ങനെ ഒരു സാഹിത്യ പ്രവർത്തനെ ആക്രമിക്കാൻ നിന്നിട്ടില്ല. ഇവരാണ് ചെയ്തിട്ടുള്ളത്. കൽക്കട്ടയുടെ തസ്ലീമ നസ്രീന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശസ്തയായിട്ടുള്ള ലോകമാതിരിക്കുന്ന ഒരു എഴുത്തുകാരിക്ക് ഓടിപ്പോരേണ്ടി വന്ന സാഹചര്യം ഞാൻ പറഞ്ഞു. ഈ പറയുന്ന അന്നപൂരണി സിനിമ പിൻവലിക്കുന്നത്, മാപ്പ് പറയേണ്ടി വരുന്നതൊക്കെ ഫ്രിഞ്ച് എലമെന്റ്സിനോടാണ്. പക്ഷെ അതിന്റെ ഗുണം ആർക്കാണ് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വികാരം തങ്ങൾക്ക് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്നുള്ളതൊക്കെ സന്ധ്യവാർക്ക് അറിയാവുന്നതാണ്. എൻ്റെ മാധു, കേരളത്തിൽ സിനിമകൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയനെ മോശപ്പെട്ട ഛായയിൽ കാണിക്കുന്നു എന്ന പേരിൽ ഒരു സിനിമയ്ക്ക് ഇവിടെ തിയേറ്ററുകൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നാടകങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഇവരുടെ കാലത്ത് തന്നെ. ഞാൻ എണ്ണി പറയണോ? ഓരോ കാര്യങ്ങൾ എണ്ണി പറയണോ? ഇവർ ഏതൊക്കെ രീതിയിലാണ് സർഗാത്മകമായിട്ടുള്ള രചനകൾ നടത്തുന്ന ആളുകൾക്കെതിരെയുള്ള നിലപാടുകൾ സ്വീകരിച്ചതെന്ന് നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ഇപ്പോൾ ചിത്തരഞ്ജൻ പറയുന്നത് പോലെ തങ്ങൾക്ക് അനുകൂലമായ പരിസ്ഥിതി രാജ്യത്ത് രൂപപ്പെടുന്ന
വരുന്ന സാഹചര്യത്തിൽ മാത്രമേ ഞങ്ങൾക്കങ്ങ് ഭരിച്ച് നന്നാക്കി കളയാൻ കഴിയൂ എന്ന് പറയുന്ന ന്യായീകരണം ഉണ്ടല്ലോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മോദിയെ പരാജയപ്പെടുത്തണം, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സായുധ വിപ്ലവത്തിന് തയ്യാറാകണം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ആയുധമെടുത്ത് നക്സലൈറ്റുകളെ പോലെ മാവോയിസ്റ്റുകളെ പോലെ നിങ്ങൾ പോരാടാൻ തയ്യാറാകണം. അതിന് നിങ്ങൾക്ക് ധൈര്യമില്ല. ഇപ്പൊ ചിത്തരഞ്ജനും പിണറായി വിജയനും ഒക്കെ വാരിക്കൊന്തവും പിന്നെ തോക്കും എടുത്തിട്ട് ഇന്ത്യൻ ആർമിക്കെതിരെ പോരാടാൻ പോകുന്ന ഒരു സന്ദർഭം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവരെ കൊണ്ട് കഴിയോ? ഇവരെ കൊണ്ട് കഴിയില്ല. ഇവർ ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എല്ലാവിധമായിട്ടുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ ജനാധിപത്യത്തെ തന്നെ കുറ്റം പറയുകയാണ്. ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നത് ഇവിടെ ചില കുറവുകൾ ഉള്ളത് കൊണ്ടാണ്. ഇനി ഇവർക്ക് എല്ലാ അനുകൂല പരിസ്ഥിതി ഉള്ള സ്ഥലങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ ചൈനയിൽ ഇവർക്ക് എല്ലാ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ മാത്രം സർക്കാരാണ്, പ്രതിപക്ഷമില്ല. അവിടുത്തെ അവസ്ഥ എന്താ? അവിടെ സാഹിത്യകാരന്മാർക്ക് മനസ്സമാധാനത്തോടെ സർക്കാർ വിമർശിക്കാൻ പറ്റുമോ? തലവാക്കി ഉണ്ടാവോ? ഇനി ക്യൂബയിൽ പറ്റുമോ? ഇവര് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമുള്ള ഏത് രാജ്യത്താണ് സമാധാനപരമായി ഗവൺമെന്റിനെതിരെ വിമർശനം നടത്താൻ പറ്റുന്നത്? എവിടെയും പറ്റില്ല. ഇവർക്കെങ്ങാനും പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിലുള്ള ഒരു ഭരണകൂടമാണ് രാജ്യത്തുണ്ടായിരുന്നതെങ്കിൽ എനിക്കും മാധുവിന് ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുമോ? വീരേന്ദ്രകുമാറും ശ്രേയാംസ് കുമാറൊക്കെ ജയിലായി, യശസ്വരീനായ വീരേന്ദ്രകുമാറിനെ അടക്കം ഏതൊക്കെ രീതിയിൽ ആക്ഷേപിച്ചുള്ളത്. വീരേന്ദ്രകുമാർ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അദ്ദേഹം പത്രക്കാരനായിരുന്നു, അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായിരുന്നു, ഹൈമദ് അബൂവിലൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് ദേശാഭിമാനിയും കൈരളിയൊക്കെ എഴുതിയിട്ടുള്ളതും കാണിച്ചിട്ടുള്ളതുമായിട്ടുള്ള മോശം വാക്കുകൾക്ക് ചിത്തരഞ്ജൻ ഈ നിമിഷമെങ്കിലും നിങ്ങൾ മാതൃഭൂമിയിലോടൊന്ന് മാപ്പ് ചോദിക്കേ. നിങ്ങൾ പറഞ്ഞൊക്കെ തെറ്റായിരുന്നു. വീരേന്ദ്രകുമാറിനെതിരെ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപമൊക്കെ തെറ്റായിരുന്നു എന്ന് ഈ തത്സമയ ചർച്ചയെങ്കിലും നിങ്ങളൊന്ന് പറയേ. അപ്പൊ നിങ്ങൾ സംസാരിച്ചു പോകുന്നത് അത്ര നല്ല പ്രവണതയില്ല. അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിഷയത്തിലേക്ക് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി സംസാരിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തെറ്റായി എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ പറയുകയില്ല എന്ന് അങ്ങേക്ക് നന്നായി അറിയുകയും ചെയ്യാം. ഞാൻ അങ്ങനെ പറയും എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലും പ്രതിസന്ധിയിലേക്കായി പോയാൽ ഞാൻ അങ്ങയുടെ ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നങ്ങ് വിചാരിക്കുന്നു. പറയാനുമില്ല. ഞാൻ മാധുവിനല്ലല്ലോ പറഞ്ഞു, മാതൃഭൂമിയല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ? മാതൃഭൂമിയുടെ ഇപ്പൊ അദ്ദേഹം നേരത്തെ മാധു പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാതൃഭൂമിയിലെ ആളാണെങ്കിൽ പോലും പറഞ്ഞോളൂ എന്ന് ചിത്രഞ്ജനോട് പറഞ്ഞല്ലോ. ആ ഒരു സ്വാതന്ത്ര്യം എനിക്കെന്താ? ഞാൻ പറയുന്നത് MP വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന എഴുത്തുകാരനെതിരെ, ഒരു രാഷ്ട്രീയക്കാരനെതിരെ അല്ല, ആ എഴുത്തുകാരനെതിരെ ഇവർ നടത്തിയിട്ടുള്ള ആക്രമണം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തൊക്കെ ഉണ്ടായി കേരളത്തിൽ? ഞാൻ അത് മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതാണ് CPM-ന്റെ നയം. തങ്ങൾക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അവരെ ആക്രമിക്കുക, അവരുടെ വായടപ്പിക്കുക എന്നുള്ളൊരു നയമാണ്. ഇപ്പോൾ അത് നടക്കാതെ പോകുന്നത് MT ആയതുകൊണ്ടാണ്. MT മാത്രം പറയുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്തുകാരൊക്കെ ഇപ്പോഴും ഈ പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മൗനം പാലിക്കുന്നു. വാസ്തവത്തിൽ ആരാണ് നോക്കൂ, അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പോരാട്ടം നയിച്ചതാരാ? അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്തുകാരായിരുന്നു. എന്താ ഇവിടുത്തെ എഴുത്തുകാർക്ക് പറ്റിയിട്ടുള്ളത്? അവരെന്താ പുറത്തു വരാത്തത്? മധുബാലൊക്കെ നടക്കുന്ന കണ്ടില്ലേ? നാണം ഉണ്ടോ? ആ മധുബാലൊക്കെ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മണിയടിച്ച് എന്തെങ്കിലും ഇനി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. പിണറായി വിജയന്റെ ഭക്തി ഇങ്ങനെ ഓരോ വാക്കുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല പ്രവണതയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ സന്ദീപ് വാര്യർ, അങ്ങേക്ക് എതിർപ്പുണ്ടെങ്കിൽ ശരി ശരി. സ്വാഗതം വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ചിത്തരഞ്ജൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായ വിഷയം വളരെ സജീവമായി നിന്നിരുന്നുവെങ്കിലും ഇന്ന് പാർട്ടി സെക്രട്ടറി ആ വാർത്താ സമ്മേളനം നടത്തി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാൻ ആവർത്തിച്ച് പറഞ്ഞു അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്ന്. എന്നിരുന്നാലും ശ്രീ പി ചിത്തരഞ്ജൻ, തുടർച്ചയായി ഇത്തരം വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നത്, സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടാത്തതോ രാഷ്ട്രീയ വിമർശനം നടത്താത്തതോ ആയ ആളുകൾ, നമ്മളൊക്കെ ബഹുമാനിക്കുന്നവർ തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൽ എവിടെയെങ്കിലും ഒരു പാകപ്പിഴയുണ്ടാകും എന്നത് പാർട്ടി ഗൗരവത്തിലെടുക്കുന്നുണ്ടോ? നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളെ കൃത്യമായി ഒന്നുകൂടി ഒന്ന് പരിശോധിക്കണം. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് പോരായ്മകളുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും. അത് തന്നെയാണ് ഞാൻ അപ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ എല്ലാം തികഞ്ഞവരാണെന്നുള്ള ഒരു അവകാശബോധം ഞങ്ങൾക്കില്ല. ഞങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും, ഞങ്ങളത് പരിശോധിക്കും. പിന്നെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റുകൾ തമ്മിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായി പ്രതിപക്ഷ നേതാവായി KPCC പ്രസിഡന്റ് ഉറഞ്ഞാടുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല. മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയും അതിനെ പ്രതിസന്ധിയിലാക്കി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയൊക്കെ കഴിഞ്ഞകാല ചരിത്രമൊന്നും എടുത്തു നോക്കിയാൽ അറിയാലോ. പരേതനായ ശ്രീ K കരുണാകരൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വിഷമങ്ങളെക്കുറിച്ചൊക്കെ എടുത്ത് വായിച്ചാൽ അത് പ്രതിപക്ഷമല്ലായിരുന്നല്ലോ, സ്വന്തം പാർട്ടി തന്നെ എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയാലോ. എന്തിനേറെ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി അതേ പാർട്ടിയുടെ തന്നെ KPCC പ്രസിഡന്റ് നടത്തിയിട്ടുള്ള പരസ്യമായ വിടുപ്പലക്കലും കാര്യങ്ങളും അറിയാമല്ലോ. ശ്രീ K മുരളീധരൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. ഈ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ആഗ്രഹിക്കുന്നത് അങ്ങനെ ആകണമെന്നാണ്. ഞങ്ങളുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഞങ്ങളുടെ ഗവൺമെൻറ്, ഞങ്ങൾ നയിക്കുന്ന, ഞങ്ങളുടെ പാർട്ടി നയിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ന്യൂനതകളുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കേണ്ട സ്ഥലങ്ങളിൽ ഞങ്ങൾ പരിശോധിക്കും. ശ്രീ പി. പി. പക്ഷേ ചിത്തരഞ്ജൻ, ഞങ്ങളുടെ അത് ഗവൺമെന്റിനെ സംരക്ഷിക്കുവാനും ശ്രീ പി. ചിത്തരഞ്ജൻ അതിന്റെ ഉണ്ടെങ്കിൽ നേതൃത്വത്തെ എന്നാണ് ഇപ്പോൾ സംരക്ഷിക്കുവാനുമുള്ള പറയുന്നത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഉത്തരവാദിത്തം, ചുമതല തുടർച്ചയായി വിമർശനം അതാണ് പറയുമ്പോൾ ഞങ്ങൾ അതാണ് എവിടെയെങ്കിലും നിറവേറ്റിക്കൊണ്ടു പോകുന്നത്. എന്നൊരു വിലയിരുത്തൽ ഉണ്ടെന്നാണ് ഞങ്ങൾ അതാണ്. അല്ലെ കോൺഗ്രസ് അല്ലല്ല കോൺഗ്രസ് ഞങ്ങളെ ഈ ഭരണവും ഭരണകൂടത്തെ സംബന്ധിച്ചും എല്ലാം പഠിപ്പിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ പിന്നാലെയാണ് എന്ന് മാത്രം സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സഖാവ് പിണറായി വിജയൻ ഈ പാർട്ടിയെ 13 വർഷക്കാലം നയിച്ച പാർട്ടി സെക്രട്ടറിയാണ്. ആ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ കേരളത്തിലെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവച്ച നേതാവാണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ തന്നെ അസംബ്ലിയിലേക്ക് വന്നതാണ്. എന്നാൽ അദ്ദേഹം അധികാരത്തിൻ്റെ പിന്നാലെയല്ല പോയത്. അദ്ദേഹത്തെ പാർട്ടി ചുമതലപ്പെടുത്തിയ അനുസരിച്ച് 26-ാമത്തെ വയസ്സിൽ MLA ആയ ആൾ പിന്നീട് ഒരു തവണ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ദീർഘകാലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പാർട്ടി രണ്ടാമതൊരു ഗവൺമെൻറ്റിനെ നയിക്കാൻ കെൽപ്പുള്ള പാർട്ടിയാക്കി മാറ്റിയതിൽ നേതൃത്വം കൊടുത്ത നേതാവാണ് അദ്ദേഹം. പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രിയായി. അവിടെയും ചരിത്രം തിരുത്തി കുറിച്ചു. ഇവിടെ 5 എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ചരിത്രം തിരുത്തി രണ്ടാമതൊരു തവണ കൂടി കേരളത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് ആ അംഗീകാരം കൂടെ നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിന് ഏതെല്ലാം നിലയിൽ തടസ്സം സൃഷ്ടിക്കുവാൻ കഴിയുമോ അതെല്ലാമല്ലേ കേരളത്തിലെ പ്രതിപക്ഷമായാലും കേന്ദ്ര ഗവൺമെൻറ്റാണെങ്കിലും ചെയ്തിട്ടുള്ളത്. അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഭരണത്തെ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിപ്പ വന്നു, പ്രളയം വന്നു, കോവിഡ് വന്നു, അറിയാലോ. ആ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ MP-മാർ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വാദിച്ചോ ഈ കേരളത്തിന് വേണ്ടി? എന്തിനേറെ സാലറി ചലഞ്ചിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാനുള്ള നീക്കം അടക്കം നടത്തിയിട്ടുള്ളതാണോ ക്രിയാത്മക പ്രതിപക്ഷം? ഈ കേരളം മറന്നുപോയോ? അതെല്ലാം ഈ കേരളത്തിലുണ്ടല്ലോ. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? നമ്മുടെ സംസ്ഥാനത്തിന് വായ്പ എടുക്കുവാനുള്ള പരിധിയെപ്പോലും ഇല്ലാതാക്കിക്കൊണ്ട് കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക, നിങ്ങൾ മാതൃഭൂമി നന്നായി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തൊരു പത്രവും അതുപോലെ തന്നെ ഒരു ദൃശ്യമാധ്യമമാണല്ലോ. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കണക്കുകൾ നിങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റിനെ നയിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ആരും വിമർശിക്കേണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ ഇവിടെ സംഘടിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഒന്ന് രണ്ട് കാര്യം മാത്രം, എനിക്കൊരു കാര്യം കൂടെ പറയണം. അല്ല, എനിക്കൊരു മിനിറ്റ് തരണം. എനിക്കൊരു മിനിറ്റ് തരണം. അതല്ല ശ്രീ സന്ദീപ് വാര്യർ ഒത്തിരി താത്വികമായിട്ടൊക്കെ പറഞ്ഞു സായുധ വിപ്ലവം. ഞങ്ങൾ ഇന്ത്യയിൽ സായുധ വിപ്ലവത്തിന് സമയമായിരുന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ ഉള്ള പാർലമെന്ററി ജനാധിപത്യത്തെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പിന്നെ ബംഗാൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതിന്റെ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും. സുഹൃത്തെ, വിഷമവും വേണ്ട. ഞങ്ങൾ എന്ത് വസ്ത്രം എന്നൊക്കെ തീരുമാനിച്ചിട്ടുള്ള പാർട്ടി, ആ പാർട്ടിയുടെ വ്യക്താവ് വന്നിരുന്നിട്ട വിശാലമായ സാമൂഹ്യ വീക്ഷണവും അദ്ദേഹം സാംസ്കാരികമായിട്ടുള്ള വലിയ അവതരണമൊക്കെ നടത്തുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? ഇവിടെ സാഹിത്യകാരന്മാർ നിങ്ങളുടെ പിന്നാലെ അദ്ദേഹം അതിന് പരിഹാരം എങ്ങനെയാ? നിങ്ങളുടെ കൂട്ടത്തിൽ ജനാധിപത്യത്തെയും അതേതരത്വത്തെയും തകർത്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ പോലും നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട്
ഇന്ത്യ രാജ്യത്തെ അല്ല, ബിജെപിയുടെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് അത് രാജ്യത്ത് പിന്നെ ഏത് നിങ്ങൾക്ക് ഭരണകൂടം കിട്ടുന്നതിൽ രണ്ട് വഴിയേ ഉള്ളൂ. ഈ നാട്ടിൽ എന്റെ കയ്യിൽ 30 സെക്കൻഡേ ഉള്ളൂ. ജിൻഡോയ്ക്ക് സംസാരിക്കാനുള്ളതാണ്. ഒരാളുടെ മൈക്ക് മ്യൂട്ട് ചെയ്ത് ജനാധിപത്യത്തിൽ നമ്മൾ ചർച്ച നടത്തുന്നതാണ്. വഴങ്ങണം, ദയവ് ചെയ്ത് വഴങ്ങണം, രണ്ടുപേരും വഴങ്ങണം. ഈ ചിത്തരഞ്ജന് നല്ല ജനാധിപത്യ ബോധമുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ചിത്തരഞ്ജന്റെ സംസാരത്തിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് നല്ല ജനാധിപത്യ ബോധമുണ്ടെന്ന്. അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ അദ്ദേഹം വിളമ്പി വെച്ചിട്ട് പോവുകയാണ്. മറ്റുള്ളവർക്ക് പറയാനുള്ള മറുപടി പോലും പറയാനുള്ള അവസരം നൽകാതെ അദ്ദേഹമാണ് ജനാധിപത്യ ബോധത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും. അത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടി പാദസേവ നടത്തിയോ, പാദപൂജ നടത്തിയോ, വ്യക്തിപൂജ നടത്തിയോ എന്തെങ്കിലും ചെയ്തോ, നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ ഒരു വഴി ഉണ്ടാകണം. അങ്ങനെ വഴിയില്ലാത്ത ആളുകൾ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തെ ഉൾക്കൊള്ളാനുള്ള ആർജവം നിങ്ങളുടെ സർക്കാരിനുണ്ടാകണം. നിങ്ങളുടെ സർക്കാരിനും. ചിത്തരഞ്ജൻ ഒന്നും മിണ്ടാതിരിക്കും. താങ്കൾ ഒരു MLA അല്ലേ? താങ്കൾ ഇത്രയും പരിണിത പ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവല്ലേ? താങ്കളൊന്ന് നിർത്ത്. താങ്കളുടെ പ്രസംഗം ഞങ്ങൾ കേട്ടല്ലേ? താങ്കളുടെ വെർബൽ വോമിറ്റിംഗ് ഞങ്ങൾ കേട്ടല്ലേ? താങ്കളൊന്ന് നിർത്ത്. ഞങ്ങളൊരു മറുപടി പറയട്ടെ. താങ്കൾ ജനാധിപത്യത്തെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ കേട്ടിരുന്നില്ലേ? ഇനി ഞങ്ങളൊന്ന് പറയുന്നത് താങ്കളൊന്ന് കേൾക്കോ? താങ്കൾ എന്താ ഇത്ര വിഷമിക്കുന്നത്? താങ്കൾ അങ്ങേക്ക് ഇനി സമയം അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ്, റെക്കോർഡഡ് പ്രോഗ്രാംസ് ആണ് ഇനിയുള്ളത്. അതുകൊണ്ട് ചർച്ച പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.